ഗൈസ്, നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വിത്ത് തീരെ കാണാത്ത മാമൻ. മെയിൻ ഒരു സ്ഥലത്ത്, മെയിൻ സ്ഥലമല്ല, ആ കുറച്ച് ദൂരത്താണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നന്നായിട്ട് നമ്മൾ ആലുപൊറോട്ട കഴിച്ചു, അതിൻ്റെ കൂടാതെ പീനട്ട് ബട്ടറും ബ്രെഡും എല്ലാം കൂടി കഴിച്ചു, ചായ കുടിച്ച് വയറ് അത്യാവശ്യം ഫുള്ളായി. അപ്പോൾ അവിടെ വേറെ സ്ഥലത്ത് പോയി കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു തട്ടുകട സെറ്റപ്പിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു പരീക്ഷണം. അതെ, നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനം മേത്തിക്ക ബജിയ. വണ്ടി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവേന്റെ ഇല വെച്ചുണ്ടാക്കുന്ന ഒരു ബജിയാണ്. ഗൈസ്, നിങ്ങളിപ്പോ ചിന്തിച്ച പോലെ ഉലുവ കുറച്ച് കയ്പുള്ളതാണ്. അതെ, ചെറിയ ഒരു കയ്പുള്ള ഒരു സുഹൃത്തെ, എന്റെ വയറ്റിലുള്ളൊക്കെ പുറത്തെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കയ്പുള്ളതല്ല, ലൈറ്റ് ആയിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും, വയറിന് നല്ലതാണ്. കയ്പല്ലേ, കഴിക്കണം വല്ലപ്പോഴും. കയ്പൊക്കെ നിങ്ങൾ കഴിക്കാറില്ലേ? ഇത് 100 ഫീറ്റ് റോഡാണ്. 100 ഫൂട്ടോ 100 ഫീറ്റ് റോഡാണ്. അത് കട്ട് ചെയ്തില്ല കേട്ടോ, ആദ്യം പറഞ്ഞത്. ഈ ചായന്റെ പോസ്റ്ററിലെ ഇങ്ങനെ മീശ ഇങ്ങനെ വെച്ചിട്ട് ഒരു തലയിൽ തൊപ്പിട്ടൊരു ഒരു ചിത്രല്ലേ? അങ്ങനത്തെ ടീമിന് നമ്മളവിടെ താഴെ ഇരിക്കാറുണ്ട് ഇടയ്ക്ക്, നമ്മളെ അപ്പാർട്ട്മെന്റിന്റെ താഴെ മീശ ഇങ്ങനെ വെച്ച്. അതന്നെ. പാട്ടിനൊന്നും കോപ്പിറൈറ്റ് അടിക്കലെങ്കിലേ പാടുന്നോണ്ട് കുഴപ്പമില്ല. എന്റെ വലിയ കയ്യായിട്ട് ഈ സാധനം പിടിക്കാനാവുന്നില്ല. ബാക്കി വന്നേരം പശുണ്ട്, ഏറ്റവും ചെറിയ പശുവാണ് ഇതാ കണ്ടോ, ഇത് ട്രാഫിക് കൺട്രോളിന് വേണ്ടി റോഡിന് അടുപ്പിൽ നിൽക്കുക. ഏറ്റവും ചെറിയ കാളയാണ്. ഇതിന്റെ ഇവിടുത്തെ ഒരു കുട്ടിയാനേന്റെ അല്ല, ഒരു മിനി ആനേന്റെ സൈസാണ് ഇവിടുത്തെ പശുവിനെയും കാളക്കുട്ടിനെയും കാണാൻ. നമ്മൾ മേടിച്ചു. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല്, പണ്ട് ഇവിടെ ആട്ടിടയന്മാര് അല്ല മാത്രമല്ല, പശുവിനെ മേച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കൂടുതലായി. കൂടാതെ പണ്ടത്തുള്ള രാജാവ് അവർക്ക് എഴുതി കൊടുത്തതാണ് ഏത് പറമ്പിലും ചോദിക്കാതെ കയറാം. പണ്ട് മതിലുകളൊന്നും ഇല്ലല്ലോ, പറമ്പുകൾ മാത്രമേ ഉള്ളൂ. ആരെ പറമ്പിലും എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രവേശിക്കാം. അത് ഇവരുടെ ഒരു ഇതാണ്, പശുവിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പശുവിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര വെറൈറ്റി. വീട്ടില് ഭാര്യ പിന്നിൽ നടക്കും, പശു മുന്നിൽ നടക്കുന്ന പശുവിന്റെ മെയിൻ അയാള് ഒരു വടി ഉണ്ടാവും. വടീന്റെ അറ്റത്ത് ചിലപ്പം ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും, അല്ല വെറും വടി മാത്രമായിരിക്കും. ഞാൻ മേച്ചോണ്ട് എല്ലായിടത്തും പോവാ. ഇപ്പത്തെ സിസ്റ്റം കുറച്ച് മാറി. ഇപ്പത്തെ എന്ന് പറഞ്ഞാല് ആരുമില്ല കൺട്രോൾ ചെയ്യാൻ. പശുവിനെ രാവിലെ അങ്ങ് തുറന്നു വിടും. പശു എല്ലായിടത്തും മേടിച്ച് തിരിച്ച് സമയമാകുമ്പോ വരും. എല്ലാ വീടിന്റെ പുറത്തും ചെറിയൊരു ഏരിയ കാണും വെള്ളം കുടിക്കും. അവിടെ ബാക്കിലുണ്ടായിരുന്നു വെള്ളം കുടിക്കാനുള്ള ഒരു ഇതാണ്. അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നല്ലേ? ഉണ്ടാക്കി വെക്കുന്ന പശുവിന്റെ ഭക്ഷണം ഇവിടെ നിങ്ങളുടെ ഇതിന്റെ അടുത്തെത്തി ऑफिस आज चालू है ना? चालू है ना आज? वीडियो चला भी चालू है। मुझे करना है इसलिए मैं जाके आता हूँ. ഇതാണല്ലേ
അണ്ണന്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അണ്ണന്റെ ടെറിറ്ററി. ഇതിലൂടെയാണ് പോകുന്നത്. എല്ലാ വണ്ടികളും അതിലൂടെ പോവാ. ഇവിടെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ. അപ്പൊ ഒരാളെ ഇടിച്ചാലും കുഴപ്പമില്ലായിരുന്നു, വണ്ടി അങ്ങ് പോയിക്കോളും. കണ്ടോ കണ്ടോ കണ്ടോ, കുഞ്ഞമ്മക്ക് ഇഷ്ടമാണ് കിട്ടിയ സ്ഥലം പോലെയാ പോകുന്നവൻ. ബ്ലോഗ് കത്തി കേറും. പടത്തിനെ പച്ചനെ കൊമ്പടി വീഡിയോ ബ്രോ. ഇവിടെ ഈ നമ്മൾ ഈ കാണുന്ന വീഡിയോയില് കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക എത്രാമത്തെ സെക്കൻഡിലാണ് നിങ്ങൾ ഒരു ഹെൽമെറ്റ് ഇട്ട ഒരാളെ കണ്ടത്. കണ്ടാൽ അപ്പം വ്ളോഗ് ഇട്ടാനല്ല, വ്ളോഗ് ഇട്ടാന്റെ ചേട്ടൻ അതായത് ഞാൻ നിങ്ങൾക്ക് 1000 രൂപ ഇട്ടുന്നതായിരിക്കും. പ്രൂഫോടെ നിങ്ങൾ ഞാൻ കാണിച്ചില്ല. ഇവിടെ ഒറ്റ മനുഷ്യനും ഹെൽമെറ്റ് ഇല്ല. അതല്ലേ കൊളോക്കിയലി പറഞ്ഞത്. അതെ, ഞാനൊരു മലയാളത്തിൽ പറഞ്ഞതാ. അതിന്റെ ആവശ്യമുണ്ടോ? അത് കട്ടി 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 ഞാൻ ഇവിടെ കൊളാക്കി കൊളോക്കിയൽ കൊളാക്കുക. ഇവിടെ ഹെൽമെറ്റ് കണ്ടുപിടിക്കാത്ത നാടാണ്. ഹെൽമെറ്റ് ഉണ്ട്, മഴയുള്ള സമയത്ത് മേലുള്ള സമയത്ത് മാത്രമേ വിൽക്കത്തുള്ളൂ. അത് താഴത്തെ സുനിടൂല. അത് പോലീസുകാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പോലീസില്ല ഇവിടെ. ശരിയാ, പോലീസില്ല. ഓട്ടോക്കാര് ഏതാ പോ ഓട്ടോക്കാര് ഇവിടുത്തെ ഓട്ടോയില് പെട്രോളിന് വില കൂടി കാരണം പെട്രോൾ വണ്ടിയില് ഡീസലും മണ്ണെണ്ണ വെച്ച് ഓടിക്കുന്ന ഡീസലാണ് ഇവിടെ. ശരിക്കും അറിയില്ല. പറഞ്ഞാൽ ഇവിടെ എത്ര വില പെട്രോളും ഡീസലിനും ഒക്കെ? 90 സംതിങ് അല്ലേ ഡീസലിന്? രണ്ടിന് അധികം വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ ഇല്ലല്ലേ, 100 വ്യത്യാസമല്ലേ ഉള്ളൂ. ഞാൻ നോക്കാം. മാഹിയിലെ റേറ്റ് ആണ് ഇനി ഇവിടെ അങ്ങനെ വരുമോ? മാഹിയിൽ മറ്റേ ഇതല്ലേ, ആ റേറ്റ് ഇവിടെ വരുമോ? അവിടെ എന്നൊക്കെ പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി സെറ്റപ്പ് അല്ലേ, വിലക്കുറവല്ലേ, ടാക്സ് ഇല്ലല്ലോ. ഭയങ്കര വിലക്കുറവ് പോലെ. നമുക്ക് നോക്കാം, ചിലപ്പോ നമുക്ക് കുമ്പണി കഴിക്കാം, അല്ലെങ്കിൽ മെത്തിക്ക ബജിയ. കുമ്പണിയാ അത് കാറ്റിയാവാടി. ഈ വിരലൊക്കെ സരലായിട്ട് ബാക്കി ഇവിടെ വെക്കുക. ഇതല്ലേ സിമ്പിൾ ഏതൊരു വീഡിയോ കൊണ്ടേ ആക്കിയിട്ടുണ്ട്. അപ്പുറത്ത് എടുത്തോ, എവിടെ നിന്ന് എടുക്കാം, സൂം ചെയ്യാം. ज्यादा रखना ഇതിന്റെ പേരെന്താ? ഇത് മിക്സാണ് എല്ലാം. ₹30 കിട്ടും ഗൈസ് ഇത് മൊത്തം. इसको क्या बोलते हैं गुजराती में? പത്തരവലി. ഇതാണ്
മേത്തിക്ക ബജിയ. ഏറ്റവും കൂടുതൽ മേത്തി ലീവ്സ് ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി ടേസ്റ്റി. ചെറിയൊരു ബിറ്റർനെസ് ഉണ്ട്, എന്നാലും അടിപൊളിയാണ്. ഇങ്ങോട്ട് പോകാം, കാണിച്ചാലോ. അങ്ങനത്തെ ശരി വിളിക്കേ ഞങ്ങൾ വിളിക്കും. അതാണ് ഈ പറഞ്ഞ സാധനം. ഇതുകൂടി കഴിച്ചോ. അതറിഞ്ഞില്ലേ? ഷെയർ ചെയ്യാം. ഇതൊരു മധുരമുള്ള പോരെ. കാണിച്ചു കൊടുക്കുകയല്ല, മുറിച്ചിട്ടത്. ഇത് കഴിക്കും. ഇത് വേണം ഒരു ആപ്പൊടി. വേറെ നിറഞ്ഞു പണ്ടാറ്. മിസ്റ്ററൊക്കെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്, കഴിച്ച സ്ഥലമാണ് ഇത് ഈ AK മൊബൈലിൻ്റെ അടുത്തുള്ളത്. ഫേമസ് ഇതാണ്. അവിടെ എന്തോ ഫേമസ് പാനിപ്പൂരി ഉണ്ടെന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ആനന്ദിൽ ഇപ്പോൾ ഒരു കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അല്ല, അതുകൊണ്ട് അടച്ചതാണ്. ഇപ്പോൾ പാനിപ്പൂരി ഷോപ്പ് മൊത്തം ഗവൺമെന്റ് അടപ്പിച്ചു. ഒരു പാനിപ്പൂരി ഷോപ്പും കാണാൻ പറ്റില്ല. പാനിപ്പൂരി കംപ്ലീറ്റ് അടച്ച് അടച്ചു. കാരണം കോളറ നന്നായിട്ട് വ്യാപകമായിട്ട് വ്യാപകമായിട്ട് ആയതുകൊണ്ട്. എന്താ ഇത് പുഴയാ? ഗൈസ് വ്ലോഗിന് വേണ്ടി കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞു ഗൈസ്. രാജ്വാടി ചായ്. അതാണ് നമ്മള് ആനന്ദിൽ ഇറങ്ങിയപ്പോ പട്ടേൽ ചായ അല്ല, രാജ്വാടി ചായ. രാജ്വാടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു ഏരിയന്റെ പേരാണ്. അവിടെ ചായ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അവിടെ അവിടെ ഒരു ബണ്ണ് കിട്ടും, ക്രീം ബണ്ണ്, ബട്ടറും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ബണ്ണ്. സബ്വേ തന്നെ സംഭവം. സബ്വേ എന്തായി? സബ്വേ എന്ന് പറഞ്ഞാൽ എന്തായി? സബ്വേ വെച്ചിട്ടില്ല നീ? അത് സംഭവം സബ്വേ എടുത്തരാം. അതിപ്പൊന്നും വേണ്ട. അല്ല, ഈ സബ്വേ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? ഇത് ഫുഡിന്റെ അത് സാൻഡ്വിച്ച് പോലെ നീളത്തെ ഹോട്ട് ഡോഗ് ഇല്ല, അതേപോലെ ഉള്ളില് നല്ല ഫില്ലിംഗ് ആണ്. ഭയങ്കര ഹെൽത്തിയാണ്. ഇതിപ്പോ വലത്തെ ഭാഗത്ത് ചേർത്ത് കൊടുക്കണോ ഇടത്തെ ഭാഗത്ത്? ഓ മൈ ഗോഡ്. ആർട്സ് കോളേജ് ഒക്കെ ഇവിടെ. ഇവിടെയാണ് നമ്മൾ അണ്ണൻ വർക്ക് ചെയ്യുന്നത്.